നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വളരെ സന്തോഷകരമായ വാർത്തയുമായിട്ടാണ് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. കഴിഞ്ഞ മാസങ്ങളിലെല്ലാം പെൻഷൻ ലഭിച്ചത് പല ആളുകൾക്കും 1300 രൂപയും അതിന് മുന്നേ രണ്ട് ദിവസം മുന്നേ 300 രൂപയും കൂടി 1600 രൂപയാണ് പെൻഷൻ ലഭിച്ചത്. എന്നാൽ ഇനി അങ്ങോട്ട് പെൻഷൻ 1750 രൂപയിലേക്കാണ് പോകുന്നത്. എന്ന് മുതലാണ് നമുക്ക് ഈ 1750 രൂപ പെൻഷൻ ലഭിക്കുക? അതിൻ്റെ സർക്കാർ ഉത്തരവുകൾ എന്നാണ് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വന്നിട്ടുണ്ടോ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ എന്നാണ് ലഭിക്കുക? കുടിശ്ശികകളിൽ ഇപ്പോൾ 2 മാസത്തെ കുടിശ്ശികയുണ്ട്. ആ കുടിശ്ശിക പെൻഷനായ 3200 രൂപ നമുക്ക് എന്നാണ് ലഭിക്കുക എന്നതിനെക്കുറിച്ചെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് അറിയിപ്പുകൾ, സേവനങ്ങൾ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ കാണുന്ന ആളുകൾ നിർബന്ധമായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ 1600 രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത്. പല ആളുകൾക്കും 1300, 1400 എന്നിങ്ങനെ ലഭിക്കുന്നുണ്ട്. കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതവും ഒരുപാട് ലഭിക്കാനുണ്ട്. ഇപ്പോഴും കേന്ദ്രത്തിൽ നിന്ന് വിഹിതം ലഭിക്കാത്ത ആളുകൾ നിങ്ങളുടെ ആധാർ കാർഡ് ഒന്ന് ചെക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ കാർഡിലുള്ള പേരും അതുപോലെ തന്നെ പെൻഷൻ ID-യിലുള്ള പേരും കറക്റ്റാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യുക. അതിപ്പോൾ ചെക്ക് ചെയ്യാൻ സൗകര്യമുണ്ട്. നമ്മളിപ്പോൾ പെൻഷൻ മസ്റ്റും ചെയ്ത പേപ്പറിലെ പേരും അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ആധാർ കാർഡിൻ്റെ പേരും ഒന്നാണെന്ന് ഉറപ്പുവരുത്തുക. ഈ പേര് തന്നെയാണ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലുള്ളതെന്ന് ഉറപ്പുവരുത്തുക. ഈ 3 കാര്യങ്ങൾ ക്ലിയറായി കഴിഞ്ഞാൽ മാത്രമാണ് കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം ലഭിക്കുകയുള്ളൂ. പല ആളുകളും കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം ലഭിക്കുന്നില്ല എന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലായ കാര്യമാണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്കുകളോ അതല്ലെങ്കിൽ സർനെയിം ചേർത്തതായ ബന്ധങ്ങൾ, പ്രശ്നങ്ങൾ, അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ട് നമുക്ക് പെൻഷൻ കേന്ദ്രത്തിൽ നിന്നുള്ള വിഹിതം മുടങ്ങിയേക്കാം. നിർബന്ധമായിട്ട് ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ലഭിക്കാത്ത ആളുകൾ, ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും 1600 രൂപയാണ് ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ബജറ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു 1750, 1800 രൂപയിലേക്ക് നമ്മുടെ സഹായം അല്ലെങ്കിൽ പെൻഷൻ എത്തുമെന്നുള്ളത്. അന്ന് സർക്കാർ പറഞ്ഞിരുന്നത് പെൻഷൻ പണം ഏത് സമയത്തും കൂട്ടാം, അതിന് സർക്കാരിൻ്റെ പ്രത്യേക ബജറ്റിൻ്റെ ആവശ്യമില്ല, ഒരു ഉത്തരവ് മാത്രം മതി എന്നുള്ളതാണ്. നമുക്കറിയാം, ഈ വർഷം അവസാനത്തിലാണ് പഞ്ചായത്ത് ഇലക്ഷൻ നടക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ എല്ലാ കുടിശ്ശിക പെൻഷനും കൊടുത്തു തീർത്ത് പെൻഷൻ പണം കൂട്ടാനാണ് ഇപ്പോൾ സർക്കാർ അന്ന് ആലോചിച്ചിരുന്നത്. ഓണം അതിന് പറ്റിയ സമയമാണ്. ഈ മാസത്തെ പെൻഷൻ്റെ കൂടെ തന്നെ ചിലപ്പോൾ പെൻഷൻ പണം കൂട്ടാനാണ് സാധ്യത കാണുന്നത്. അതല്ലെങ്കിൽ ഈ മാസം പ്രഖ്യാപിച്ച് അടുത്ത 2 മാസങ്ങൾക്കപ്പുറം പെൻഷൻ ലഭിക്കും. ഏതായാലും 1750 രൂപയിലേക്കോ 1800 രൂപയിലേക്കോ പെൻഷൻ പണം കൂടുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ കുടിശ്ശികയായ പെൻഷനുണ്ട്. ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. നമുക്കറിയാം, പെൻഷൻ കഴിഞ്ഞ വർഷത്തിൽ ഒരുപാട് കുടിശ്ശികയുണ്ടായിരുന്നു. സർക്കാർ ഓരോ മാസത്തെ പെൻഷൻ്റെ കൂടെ ഓരോ മാസത്തെ ഗഡുക്കൾ കൂടി നൽകി ഇപ്പോൾ 2 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ് ബാക്കിയുള്ളത്. അതായാലും 1 മാസത്തെ കുടിശ്ശികയായ 1600 രൂപ നമുക്ക് ഈ മാസത്തെ പെൻഷന് കൂടെ തന്നെ ലഭിക്കുന്നതാണ്. അടുത്ത 2 മാസങ്ങൾക്കപ്പുറം 1 മാസത്തെ കുടിശ്ശിക കൂടി നൽകിക്കൊണ്ട് പഞ്ചായത്ത് ഇലക്ഷൻ നേരിടാനാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ ആലോചന നടക്കുന്നത്. അതുപോലെ തന്നെ മസ്റ്ററിങ്ങിന് അവസാന തീയതിയിലേക്ക് അടുക്കുകയാണ്. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമാണ് മസ്റ്ററിങ് ബാക്കിയുള്ളത്. നമുക്കറിയാം, ഈ മാസം 24-ാം തീയതി മാത്രമാണ് മസ്റ്ററിങ് ബാക്കിയുള്ളത്. ഇപ്പോഴും ഒരുപാട് ആളുകൾ മസ്റ്ററിങ് പൂർത്തിയാക്കാത്തതുണ്ട്. നിർബന്ധമായിട്ടും മസ്റ്ററിങ് പൂർത്തിയാക്കുക. മസ്റ്ററിങ് പൂർത്തിയാക്കാതിരുന്നു കഴിഞ്ഞാൽ പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. ഇപ്പോഴും വളരെ കുറച്ച് ശതമാനം ആളുകൾ, 60% ആളുകൾ മാത്രമാണ് മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടുള്ളത്. പെൻഷൻ വാങ്ങുന്ന നമ്മുടെ വീട്ടിലുള്ളവർ, നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർ, നമ്മുടെ കുടുംബത്തിലുള്ള എല്ലാ ആളുകളോടും പ്രത്യേകം ഈ കാര്യം ഓർമ്മപ്പെടുത്തുക. മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, മസ്റ്ററിങ് ചെയ്ത ആളുകളൊന്ന് യെസ് എന്ന് അല്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ഇടുക എന്ന്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഇപ്പോഴും അതിലും ഏകദേശം ഒരു 500-ന് മേലെ കമൻറ്റ് വന്നതിൽ നമുക്ക് മനസ്സിലാവുന്നത് ഒരു 100 ആളുകൾ ഇപ്പോഴും അത് മസ്റ്ററിങ് പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ്. നിർബന്ധമായിട്ടും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചെയ്യാത്ത ആളുകൾക്ക് പിന്നീട് യാതൊരു തരത്തിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ലഭിക്കുകയില്ല. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്ക് കുറവുള്ള സമയമാണ്. ആദ്യ സമയങ്ങളിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ നല്ല തിരക്ക് കുറവുള്ള സമയമാണ്. നമുക്കറിയാം, ഇനി അങ്ങോട്ട് കുട്ടികളുടെ സ്കോളർഷിപ്പ് സംബന്ധമായിട്ടുള്ള തിരക്കുകൾ, ഇനി പല തിരക്കുകൾ കൊണ്ട് അക്ഷയ നല്ല തിരക്കായിരിക്കും. അവസാനത്തിലേക്ക് എത്തുന്ന സമയങ്ങളിൽ
സെർവർ തകരാറ് മൂലം മഷീൻ ചെയ്യാൻ സാധിക്കാതെയും വരാം. അതുകൊണ്ട് തന്നെ അവസാനത്തിലേക്ക് കാത്തു നിൽക്കാതെ പെട്ടെന്ന് തന്നെ മഷീൻ പൂർത്തിയാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.